പിണറായി വിജയന്റെ മരുമകനെ അടുത്ത മുഖ്യമന്ത്രിയാക്കാൻ അമ്മാവൻ ഒരുപാട് വിയർക്കുന്നുണ്ട്. CPIM-നെ ഹൈജാക്ക് ചെയ്ത് ഒരു കുടുംബ പാർട്ടിയാക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുമുണ്ട്. സുധാകരൻ അടക്കമുള്ളവർ ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് തകിടം മറിഞ്ഞിരിക്കുന്നു എന്ന് പരോക്ഷമായി ആക്ഷേപിക്കുന്നത് പിണറായിക്ക് ക്ഷീണമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കോൺഗ്രസിന് കൃത്യമായ ഒരു അജണ്ട ഇപ്പോൾ ഉണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിനെ ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ബേപ്പൂരിൽ ഷാഫി പറമ്പിലാണ് മത്സരിക്കുന്നതെങ്കിൽ മരുമകൻ റിയാസ് 8 നിലയിൽ പൊട്ടുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. 28,000 വോട്ടിൻ്റെ ലീഡ് കഴിഞ്ഞ തവണ ബേപ്പൂരിൽ നിന്നും സ്വന്തമാക്കിയ മുഹമ്മദ് റിയാസ് ഇത്തവണയും ജയിക്കാം എന്നുള്ള അതിമോഹത്തിൽ നിൽക്കുകയാണ്. ആദ്യ തവണയാണ് ബേപ്പൂരിൽ MLA ആവുന്നത്. അദ്ദേഹത്തിന് ആദ്യ തവണ തന്നെ PWD വകുപ്പ് കിട്ടിയത് അമ്മാവൻ്റെ ആശീർവാദത്തോടു കൂടി തന്നെയാണ്. വളരെ ചുരുക്കം പേർ മാത്രമാണ് CPIM സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തപ്പെടുന്നത്. അതിലൊരാൾ മുഹമ്മദ് റിയാസാണ്. കാര്യമായ പ്രവൃത്തി പരിചയമൊന്നുമില്ലെങ്കിലും അമ്മാവൻ്റെ ബലത്തിൽ മുഹമ്മദ് റിയാസിന് ഇതല്ല ഇതിനപ്പുറവും ചാടിക്കടക്കാം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബേപ്പൂരിൽ ഒരു പണി കൊടുക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ വടകരയിലെ MP ആയിട്ടുള്ള ഷാഫി പറമ്പിൽ ബേപ്പൂരിൽ നിൽക്കുകയാണെങ്കിൽ പിണറായിയുടെ മരുമകൻ തോൽക്കും എന്നുള്ളത് ഉറപ്പാണ്. മുഹമ്മദ് റിയാസിന് പിണറായിയുടെ മരുമകൻ എന്നതിൽ അപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒരു സ്വാധീനവും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം അത്രയേറെ സ്വജനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ദല്ലാളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ മകൾക്ക് വേണ്ടി എക്സാലോജിക് കമ്പനിയുടെ നടത്തിപ്പും ആ തട്ടിപ്പിനെ വെളുപ്പിക്കാൻ വേണ്ടി നടത്തുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഏതൊരു കൊച്ചു കുഞ്ഞിനും അറിയാം. കാരണം അദ്ദേഹം ഡൽഹിയിൽ പോയി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനുമായി ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് പോലും നടത്തിയത് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് എന്ന് കേരളത്തിൽ പ്രതിപക്ഷം ഒന്നടങ്കം പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് BJPക്കും ഒരു സംശയവുമില്ല. കാരണം BJPയുമായി ഒരു അന്തർധാര ഉണ്ടാക്കാനാണ് പിണറായി വിജയന്റെ ശ്രമം. തനിക്ക് മത്സരിക്കാനുള്ള അയോഗ്യതയുണ്ടെങ്കിൽ തൻ്റെ മരുമകനെയെങ്കിലും പിടിച്ചിരുത്തി ആ രീതിയിൽ സീറ്റിൽ ഇരുന്ന് ഭരിക്കാം എന്നാണ് അമ്മാവൻ പിണറായി വിജയൻ കരുതുന്നത്. അത് തകിടം മറിക്കണമെങ്കിൽ ബേപ്പൂരിൽ ഒരു ചുണക്കുട്ടി ഇറങ്ങിയേ മതിയാവുകയുള്ളൂ. അതിനായി തന്നെയാണ് ഷാഫി പറമ്പിലിനെ ഇറക്കാൻ നിർദ്ദേശം ഉള്ളത്. നമുക്കറിയാം, ഷാഫി പറമ്പിൽ വടകര ലോക്സഭാ സീറ്റ് KK ശൈലജയെ തോൽപ്പിച്ചുകൊണ്ട് 1.25 ലക്ഷം വോട്ടിനാണ് പിടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ദൗത്യം കൊടുത്താൽ അത് മിന്നിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ബേപ്പൂരിൽ കഴിഞ്ഞ തവണ, അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 15,000-ഓളം വോട്ടിൻ്റെ ലീഡ് അവിടെ MK രാഘവൻ ഉണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച MK രാഘവൻ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ 1.5 ലക്ഷം വോട്ടിനാണ് എളമരം കരീമിനെ തകർത്തത്. എളമരം കരീം മുൻപ് ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ MLA ആയിരുന്നു, മുൻപ് വ്യവസായ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിനെയാണ് MK രാഘവൻ തറപറ്റിച്ചത്. ഇത്തവണ ഷാഫി ഇറങ്ങിയാൽ മുഹമ്മദ് റിയാസിൻ്റെ കട്ടയും പടവും മടങ്ങും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.